കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകശ്രദ്ധ നേടിയ വ്യക്തികളിൽ ഒരാളാണ് പാരീസ് ഒളിമ്പിക്സിലെ ജാവലിൻ ത്രോ സ്വർണ്ണ മെഡൽ ജേതാവ് അർഷാദ് നദീം. കൂലിപ്പണിക്കാരൻ്റെ മകനിൽ നിന്ന് പാകിസ്ഥാൻ്റെ ഒളിമ്പിക്സിൽ മെഡൽ ജേതാവായുള്ള വളർച്ചയാണ് അദ്ദേഹത്തെ മാധ്യമ ശ്രദ്ധയിലെത്തിച്ചത്. ഒപ്പം ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ഉറച്ച പ്രതീക്ഷയായിരുന്ന നീരജ് ചോപ്രയെ പരാജയപ്പെടുത്തിയ താരമായിരുന്നിട്ടും നീരജിൻ്റെ അമ്മ നദീം മകനെ പോലെയാണെന്ന് പ്രതികരിച്ചതും വാർത്തയായി. എന്നാൽ പാകിസ്ഥാനിൽ നദീം തിരിച്ചെത്തിയ ശേഷം പുറത്തു വന്ന ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പാക് ഭീകരവാദിക്കൊപ്പമുള്ള നദീമിൻ്റെ ദൃശ്യങ്ങളാണവ. മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനും ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്നതുമായ ഭീകരവാദി ഹാഫിദ് സെയ്ദിനെ കൂട്ടാളി ഹാരിസ് ദാറിനൊപ്പം നദീം ഇരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹാഫിസ് സെയ്ദുമായി ബന്ധമുള്ള മില്ലി മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് മുഹമ്മദ് ഹാരിസ് ദർ. 2018 ഹാരിസ് ദർ ഉൾപ്പെടെ 7 MML നേതാക്കളെ US ഭീകരരായി പ്രഖ്യാപിച്ചിരുന്നു. ഭീകര സംഘടനയായ ലഷ്കർ തയ്ബയുടെ സഹകരണത്തോടെയാണ് MML പ്രവർത്തിക്കുന്നത്. 2017 സെയ്ദിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘടന സ്ഥാപിച്ചത്. 2018 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും US ഉപരോധം വന്നതോടെ രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തില്ല. അതേസമയം നദീമിന്റെ വിജയത്തിന് തൊട്ടു പിന്നാലെ നടന്ന കൂടിക്കാഴ്ചയാണ് ഗാർഡിയൻസ് അടക്കം റിപ്പോർട്ട് ചെയ്തതോടെ സംഭവം വ്യാപക വിമർശനത്തിനും ആശങ്കയ്ക്കും ഇടയാക്കിയിട്ടുണ്ട്. രാജ്യം നടുങ്ങിയ മുംബൈ ഭീകരാക്രമണത്തിൽ 6 അമേരിക്കക്കാരടക്കം 166 പേരാണ് കൊല്ലപ്പെട്ടത്. $10 മില്യൺ US ഹാഫിസ് സെയ്ദിന്റെ തലയ്ക്ക് വിലയിട്ടിരുന്നത്. ലഷ്കർ തയ്ബ എന്ന ഭീകര സംഘടനയുടെ സ്ഥാപകനായ ഹാഫിസ് സയ്യിദ് നിരോധിത ജമാഅത്ത് ഉദ് ദവയുടെ നേതാക്കൾക്കൊപ്പം 2019 മുതൽ ജയിലിലാണ്. തീവ്രവാദ ഫണ്ടിംഗ് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാണ് ഇയാൾ ജയിലിനുള്ളിൽ കഴിയുന്നത്. 2008 മുംബൈ ആക്രമണത്തിന് ഉത്തരവാദികളായ ലഷ്കർ തയ്ബയുടെ മുൻനിര സംഘടനയാണ് സെയ്ദിന്റെ നേതൃത്വത്തിലുള്ള JUD. സെയ്ദിനെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ മേൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ശക്തമാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നതെന്നും സംശയമുയരുന്നുണ്ട്. തീവ്രവാദിയായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ള സെയ്ദിനെ വിട്ടു നൽകണമെന്ന് ഡിസംബറിൽ ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. മുൻപേ ഭീകരാക്രമണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഇന്ത്യ ഏജൻസികൾ തേടുന്ന ഭീകരനാണ് സെയ്ദ്. ഹാഫിദ് സെയ്ദിനെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയുടെ കത്ത് ലഭിച്ചെന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കുറ്റവാളികളെ കൈമാറാനുള്ള കരാറില്ലെന്നുമാണ് വിഷയത്തിലെ പാകിസ്ഥാന്റെ പ്രതികരണം.